നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാം സിലബസിലുള്ള ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് മാത്രമാണെന്നുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും അതേപോലെ കേരള PSCയുടെ LGS ആയാലും LDC ആയാലും ഒക്കെ എഴുതുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഭാഗമാണ് ഇത്. ആർട്സ്, ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്നൊക്കെ പറയുന്ന ഭാഗം, സ്പോർട്സിൻ്റെ ഭാഗം, സംസ്കാരത്തിൻ്റെ ഭാഗം. ആ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്. 33ാമത്തെ ചോദ്യം. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം ഏതാണ്? NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഉത്തരം ശോണിതപുരം. ഓക്കെ, ഉത്തരം ശോണിതപുരം. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്തായിരുന്നു? ശോണിതപുരം എന്നാണ്. അടുത്ത ചോദ്യം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഉത്തരം എന്താണ്? MD വാസുദേവൻ നായർ. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? MD വാസുദേവൻ നായരാണ്. അടുത്തത്, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പൂന്താനം നമ്പൂതിരി. ഉത്തരം എന്താണ്? പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? പൂന്താനം നമ്പൂതിരി. നെക്സ്റ്റ് വൺ. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം. സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. ഘൂമർ, രാജസ്ഥാൻ. നെക്സ്റ്റ് വൺ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഉത്തരം 1955 മെയ് 11. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955 മെയ് 11. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955 മെയ് 11. ഓക്കെ, അപ്പോൾ ഘൂമർ രാജസ്ഥാനാണ്. ജ്ഞാനപ്പാന രചയിതാവ് ആരാണ്? പൂന്താനമാണ്. അല്ലേ? 1955 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 1995 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ്? MD വാസുദേവൻ നായർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ഉത്തരം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം 36 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ് ചോദ്യം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരം മിലാനും കോർട്ടിന ഡി ആംബസോയും. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെ നടക്കുന്നു? മിലാനെ കോർട്ടിന ഡി ആംബസോ. 26 മിലാനെ കോർട്ടിന. നെക്സ്റ്റ് വൺ. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കാത്തതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഉത്തരം എന്താണെന്ന് നമുക്കറിയാം. ഉത്തരം എന്താണ്? ഏതിലെയാണ് ഈ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ സി ഗീതാഞ്ജലിയാണ്. ഓക്കെ, മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കാത്തതുമായിടത്തും അറിവ് സ്വതന്ത്രമായിടത്ത് കാണപ്പെടുന്നതും അല്ലേ, ഇതിലെ പരിപൂർണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നതുമൊക്കെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഗീതാഞ്ജലി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 47/2024 ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം?
അതാണ് ഉത്തരം. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉത്തരം സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം. ഓക്കെ, നെക്സ്റ്റ് ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഉത്തരം വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സർ. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം. നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവ? ഉത്തരം കൂടിയാട്ടവും മുടിയേറ്റും. കൂടിയാട്ടവും മുടിയേറ്റും. യുനെസ്കോ പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ള ഏതൊക്കെയാണ്? കൂടിയാട്ടം, മുടിയേറ്റം. നെക്സ്റ്റ് വൺ, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഉത്തരം ഗ്രീസ്. ഉത്തരം ഗ്രീസ്. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസ്. ഡേവി ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? പി സി ഗോപാലൻ. നന്ദനാർ പി സി ഗോപാലൻ. നന്ദനാർ പി സി ഗോപാലൻ. നെക്സ്റ്റ് വൺ, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കളർ സിനിമ. കണ്ടം വെച്ച കോട്ട്. കളർ കണ്ടം വെച്ച കോട്ട്. കളർ കണ്ടം വെച്ച കോട്ട്. നെക്സ്റ്റ്, ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി ഏതാണ്? സംഘം കാലഘട്ടത്തിലെ കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. സംഘം കാലഘട്ടത്തിലെ കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? സി വി രാമൻപിള്ള. സി വി രാമൻപിള്ള. സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ സി വി രാമൻപിള്ള. ഇപ്പം തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. മലയാളി മെമ്മോറിയൽ സി വി രാമൻപിള്ളയുടെയാണ്. നെക്സ്റ്റ് വൺ, ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ അജയ്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. ഹമാസിൽ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. നെക്സ്റ്റ് വൺ, കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. മണ്ഡല ആനന്ദകൃഷ്ണൻ. നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി. അത് അടുത്ത ദിവസം എടുക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം 38-24 ആണ്. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഉത്തരം കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ്. നെക്സ്റ്റ് വൺ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? അഗ്നിസാക്ഷി. 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 ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടിയാണ്. ഓസ്കാർ റസൂൽ പൂക്കുട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഉത്തരം 18,426. 18,426 റൺസാണ് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുള്ളത്.
18,426 റൺസാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സച്ചിൻ നേടിയതാണെന്ത് 18,426 റൺസ്. ഓക്കെ, 18,426 റൺസ്. അടുത്ത ചോദ്യം, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം എസ്.എൽ. പുരം സദാനന്ദൻ. ഉത്തരം എസ്.എൽ. പുരം സദാനന്ദൻ. കാട്ടുകുതിര എസ്.എൽ. പുരം സദാനന്ദൻ. കാട്ടുകുതിര എസ്.എൽ. പുരം സദാനന്ദൻ. കാട്ടുകുതിര എസ്.എൽ. പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, അറിയാമല്ലോ. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ആമുഖം എഴുതിയത് എസ് ഗുപ്തൻ നായരാണ്. എസ് ഗുപ്തൻ നായരാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് എസ് ഗുപ്തൻ നായരാണ്. ആമുഖം എഴുതിയത് എസ് ഗുപ്തൻ നായർ. ജി ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ, എസ് ഗുപ്തൻ നായർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കുമാരനാശാൻ അന്തരിച്ച വർഷം. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ്? അന്തരിച്ച വർഷം ഏതാണ്? 1924 അല്ലേ? 24 കുമാരനാശൻ മരിച്ചു പോകുന്നത്. കുമാരനാശൻ മരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീമയാണോ? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ. കാഞ്ചന സീതയുടെ സംവിധായകൻ കാഞ്ചന, അവിടെ ഇഞ്ച ഉണ്ട്, ജി അരവിന്ദൻ. കാഞ്ചന സീമ അല്ലേ? സീമയൊന്നുമല്ല, സീമ കേട്ടോ. സീത, കാഞ്ചന സീത, കാഞ്ചനം കാഞ്ചനം തന്നിലാണെങ്കിലും അല്ലേ? കാഞ്ചനക്കോട്, സ്വർണ്ണക്കോട്. ഓക്കെ, കാഞ്ചന സീത ജി അരവിന്ദൻ്റെ ആണ്. കാഞ്ചന സീത ജി അരവിന്ദൻ്റെ ആണ്. കാഞ്ചന, ഇഞ്ചയ്ക്കകത്തൊരു ജാ കണക്ട് ചെയ്യാൻ പറ്റുമോ? ജി അരവിന്ദൻ പറ്റില്ല അല്ലേ? ജി അരവിന്ദൻ പറ്റുമല്ലോ. കാഞ്ചന സീത സീതയുടെ അരവിന്ദൻ. സീതയുടെ അരവിന്ദൻ. കാഞ്ചന സീതയുടെ അരവിന്ദൻ. കാഞ്ചന സീത ജി അരവിന്ദൻ. പറ്റും. നെക്സ്റ്റ്, 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 2022 ഇപ്പോൾ അത് കഴിഞ്ഞ് ഫിഫ വരുന്നതിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഫിഫ വരുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കും പ്രയോജനം, എല്ലാവർക്കും പ്രയോജനം. ഓക്കെ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ്, 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ഓർക്കുന്നവർ, അറിയാമെങ്കിലല്ല, നമ്മുടെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ടാവും, പക്ഷെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഓർത്തിട്ടുണ്ടെങ്കിൽ എഴുതുക. 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലയണൽ സ്കലോനി. 22 ഫിഫ വേണേൽ ഇപ്പം ചോദിക്കാം, ഇല്ല ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമ്മൾ മെമ്മറി ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? പരിശീലകനാണ് ചോദിച്ചേക്കുന്നത്. പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ്? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? മലപ്പുറം ജില്ല. തുഞ്ചൻ പറമ്പ് എവിടെയാണ്? മലപ്പുറം ജില്ല. തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിൽ ആണ്. അടുത്തത്, ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏതാണ്? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. ഗദ്യം വർത്തമാന പുസ്തകം. ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഗജേന്ദ്രമോക്ഷം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. കേരള കലാമണ്ഡലം വള്ളത്തോൾ. അടുത്തത്, എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക.
ഇവിടെ ചേരുംപടി ചേരുമ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്. ഓടക്കുഴൽ നമുക്കറിയാം. ഓടക്കുഴൽ ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. രണ്ടാം ഊഴം എം ഡി വാസുദേവൻ നായരുടെയാണ്. ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിൻ്റെയാണ്. ഒരു ദേശത്തിൻ്റെ കഥ പൊറ്റക്കാട്ടിലാണ്. നെക്സ്റ്റ് വൺ, കയർ നമുക്കറിയാം. തകഴിയാണ് കയറിലുള്ളത്. ഓടക്കുഴൽ ശങ്കരക്കുറുപ്പിനാണെങ്കിൽ ശങ്കരക്കുറുപ്പിൻ്റെ കയ്യിലാണ് ഓടക്കുഴലെങ്കിൽ രണ്ടാം ഊഴം എം ഡിയുടെ കയ്യിലാണുള്ളത്. ദേശത്തിൻ്റെ കഥ ആര് പറയുന്നു? പൊറ്റക്കാട്ടിലിരുന്നാണ് പറയുന്നത്. കയറോ തകഴിയുടെ കയ്യിലാണ് കയർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരം എന്താണ്? ഉത്തരം എന്ത് മാത്രമേ ഉള്ളൂ? രാജ്യസമാചാരം. 1847 2 പത്രങ്ങൾ വരുന്നുണ്ട് അല്ലേ? 2 ഇവിടെ കുഴപ്പമുണ്ട്. പക്ഷേങ്കിൽ ചോദിച്ചേക്കുന്ന ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ പത്രം ഫസ്റ്റ് പത്രം ഏതാണെന്നാണ്. ഉത്തരം എന്താണ്? രാജ്യസമാചാരം തന്നെയാണ്. വർഷം 1847 ജൂൺ മാസം. ഓക്കെ. ഈ വർഷം തന്നെ ഇറങ്ങിയിട്ടുള്ളതും ഹർമ്മം കൊണ്ടിട്ടേണ്ടതുമായ പത്രങ്ങൾ അടുത്ത ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഏതാണെന്ന് പറയേണ്ടല്ലോ, അതാണ് പശ്ചിമോദി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ. പക്ഷെ ചോദ്യം എന്താണ്? ഇവിടെ മലയാളത്തിലെ ആദ്യത്തെ പത്രം അതാണ് ആര്? രാജ്യസമാചാരം. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഫസ്റ്റ് ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏത് ആയിരുന്നു? ഉത്തരം എന്താണ്? കാറൽ മാൻസ് ചരിത്രമാണ്. കാറൽ മാൻസ് ചരിതമാണ് ചവിട്ടുനാടകം. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ. ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ബോഗി എന്ന് പറയുമ്പോൾ അത് ഗോൾഫാണ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പരിശീലനം നമുക്ക് ചോദിച്ചിട്ടായിരുന്നു. ഇവിടെ എന്താണ്? ആ ഹോക്കി ടീമിൻ്റെ പരിശീലകനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എബ്രഹാം റീഡാണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകനെ അറിഞ്ഞു വെച്ചേക്കുക. എബ്രഹാം റീഡ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം പരിശീലകൻ ആരാണ്? എബ്രഹാം റീഡാണ്. ഓക്കെ. നെക്സ്റ്റ്, 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുക? ലോസ് ഏഞ്ചൽസ് ആണ് ആതിഥേയത്വം വഹിക്കുക. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ലോസ് ഏഞ്ചൽസ് ആണ്. നെക്സ്റ്റ് വൺ, CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. നെക്സ്റ്റ് ചോദ്യം. നമുക്ക് 2026 ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ റെഡ് ഷെയ്ഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദ റെഡ് ഷെയ്ഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? രചയിതാവ് ആര് തന്നെയായിരുന്നു? രചയിതാവ് നമുക്കറിയാവുന്ന ഉത്തരമാണ്. ഏതാണ് രചയിതാവ്? ഫ്രാൻസ് ഫാനോൺ ആണ്. ദ റെഡ് ഷെയ്ഡ് ഓഫ് ദി എർത്തിൻ്റെ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഫ്രാൻസ് ഫാനോൺ ആണ് അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത്. കിഴക്കോട്ട് നോക്കാൻ അതാരും പറഞ്ഞു അല്ലേ? കിഴക്കോട്ട് നോക്കുക നയം എന്തൊരു നയമാണ്? ഇപ്പോഴ് ലുക്ക് ഈസ്റ്റ് പോളിസി, കിഴക്കോട്ട് നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞ് പോളിസി അത് പ്രഖ്യാപിച്ചത് ആരാണ്? നരസിംഹറാവു ആണ്. കിഴക്കോട്ടുള്ള നയം വന്നത് നരസിംഹറാവു ആണ് പറഞ്ഞേക്കുന്നില്ലേ? നരസിംഹറാവു അല്ലേ? നരസിംഹം നമ്മുടെ ദൈവം അല്ലേ? നരസിംഹ ദൈവമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം എപ്പോഴും ഇങ്ങോട്ട് ഇരിക്കുക. കിഴക്കോട്ടാണ് എന്താ പ്രതിഷ്ഠ വരിക. അല്ലേ? കിഴക്കോട്ടാണ് പ്രതിഷ്ഠ. എപ്പോഴും ഏത് അമ്പലത്തിലായാലും കിഴക്കോട്ടല്ല പ്രതിഷ്ഠ വെക്കുക. കിഴക്കോട്ട് ദർശനം നമ്മൾ പോകുന്ന തിരിച്ച് വിളക്ക് കത്തിക്കുന്നൊക്കെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ കിഴക്കോട്ട് നോക്കുക നയം നരസിംഹസ്വാമി അല്ലേ? നരസിംഹറാവു എന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഓർക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഓരോ മാർഗ്ഗങ്ങളാണ്, തെറ്റിദ്ധരിക്കേണ്ട. കിഴക്കോട്ട് നോക്കുക നയം എന്ന് പറയുമ്പോൾ എന്താണ്? ലുക്കിസ്റ്റ് പോളിസി വെച്ച് നരസിംഹസ്വാമി നരസിംഹറാവു ആണ് വച്ചേക്കുന്നത്. നെക്സ്റ്റ്, ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്
എവിടെയാണ്? ബ്രിട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ ഏതാണ്? ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനാണ്. ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബ്രിട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. ആഗോള സാമ്പത്തിക സ്ഥിരത, ബ്രിട്ടൻ വുഡ്സ് ആഗോള സാമ്പത്തിക സ്ഥിരത. നെക്സ്റ്റ്, മുറിച്ചിപ്പത്തനം എന്നറിയപ്പെടുന്ന തുറമുഖം. മുറിച്ചിപ്പത്തനം എന്ന് അറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? മുസിരിസ് ആണ്. മുറിച്ചിപ്പത്തനം മുസിരിസ് ആണ്. നെക്സ്റ്റ്, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നു അല്ലേ? ഈ ഗെയിംസ് ഏത് ഗെയിംസ് ആണ്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെടുന്നത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഏതാണ്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഏതാണ്? ഉത്തരം കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി അല്ലേ? കർണം മല്ലേശ്വരി ഭാരോദ്വാഹനം ഒക്കെ ഉണ്ടാക്കിയ സാധനം അല്ലേ? കർണം മല്ലേശ്വരി. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഈ വർഷത്തെ അല്ലേ ഫിഫ ലോകകപ്പ് വേദി ഏതാണ്? ഇതെല്ലാം വേദികളാണ് അല്ലേ? മുകളിൽ പറഞ്ഞവയെല്ലാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2020 ഫിഫയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. 22 ഫിഫ നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 26 ഫിഫ ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ഓക്കെ, മറക്കണ്ട, അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡയാണ് 2026 ഫിഫ ലോകകപ്പ് വേദി. ഓക്കെ, നെക്സ്റ്റ് വൺ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഓക്കെ, ചോദിക്കുന്ന ചോദ്യം കണ്ടല്ലോ. 23 കൂടി ചോദിക്കുന്നില്ലേ? 2023 അർജുന അവാർഡ്. 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ഐഹിക മുഖർജി. ഐഹിക മുഖർജി 23 ഐഹിക മുഖർജി. GR ഇന്ദുഗോപൻ്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പദപ്രസ്താവന പരിഗണിക്കുക. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പരീക്ഷണം ചെയ്യുന്നത്. നിങ്ങളിത് വായിച്ചിട്ടുള്ളതായിരിക്കില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെറുതെ ഞാൻ വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഉത്തരം എന്താണ്? ഓപ്ഷനിലെ 1ഉം 2ഉമാണെന്ത്? ശരിയ പ്രസ്താവന. 2 നമുക്ക് വായിച്ചാൽ മതിയല്ലോ. 1ഉം 2ഉമാണ് നമ്മുടെ ശരി പ്രസ്താവന കേട്ടോ. നവോത്ഥാന യൂറോപ്പുമായിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ അനോ എന്ന ഒരു ആനയും പാപ്പാൻ്റെയും കഥയും ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് റിപ്പീറ്റ് അങ്ങനെ തന്നെ ചോദിക്കണമെന്നൊരു ബന്ധവുമില്ല അല്ലേ? വേണമെങ്കിൽ വൺ വേർഡായിട്ട് നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ. ഏതാ ഇന്ദുഗോപൻ്റെ അനോ എന്ന നോവൽ, GR ഇന്ദുഗോപൻ്റെ അനോ എന്ന നോവൽ നമുക്ക് അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. നവോത്ഥാന യൂറോപ്പിനുമായിട്ടുള്ള ബന്ധം എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നമുക്കത് വന്നാൽ എഴുതാൻ പറ്റും. വീണ്ടും ഇതിഹാസമായ കവി കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള പരിപാടിയാണ്. അതിലേതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഉത്തരം ഏതായിരുന്നു? ബി അല്ലേ? 1ഉം 3ഉമാണ് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും വായിച്ച് മനസ്സിലാവും. തുടർ കലാരൂപ ശില്പി കുഞ്ചൻ നമ്പ്യാരാണെന്ന് മനസ്സിലായി അല്ലേ? ജനകീയ കവിയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ആദ്യത്തെ എന്താണ്? 3ാമത്തെ പ്രസ്താവന ശരിയല്ലേ? സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്തോപാഖ്യാനം ഉൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു അല്ലേ? സാഹിത്യ പഞ്ചാനനൊക്കെ അറിയത്തില്ലേ? അദ്ദേഹം ഒരു കണ്ടെത്തിയ സുന്തോപാഖ്യാനം. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിച്ചു അല്ലേ? സാഹിത്യ പഞ്ചാനനൻ, സുന്തോപാഖ്യാനം ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് പോയിൻറ്റ്സ് കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരെ അറിയാം, ജനകീയ കവിയെ മനസ്സിലായി, സാഹിത്യ പഞ്ചാനൻ മനസ്സിലായി, സുന്തോപാഖ്യാനവും മനസ്സിലായി എന്നുള്ളത് കാര്യം അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വേറെ ഒന്നും അതുപോലെ കാണാൻ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണോ കിട്ടുക അത് മാത്രം കണ്ടെത്തും. അടുത്തത്, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ഉബൈദ് അല്ലേ? അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രം അല്ലേ? ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. ഓക്കെ, അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവന കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ
കന്നഡ ഭാഷയുള്ള പ്രതീകാത്മക വിടവാങ്ങലിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതില്ല. അപ്പോൾ ഇനിയും ചോദിക്കുമ്പോൾ ഇതിങ്ങനെ ചോദിക്കും, ഒരിക്കലും ചോദിക്കില്ല. അപ്പോൾ കവി ടി ഉബൈദിൻ്റെതാണ് എന്ത് വിടവാങ്ങൽ എന്നൊരു കവിത അല്ലേ. അങ്ങനെ ചെരുമ്പടിക്ക് വേണമെങ്കിൽ ചുരുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ആരാണ്? ഏതാ? ഉബൈദിൻ്റെതാണ് എന്ത് വിടവാങ്ങൽ എന്ന സംഭവം അല്ലേ. അതൊക്കെ മലയാളം കന്നഡയും കൂടെ ഒന്നിച്ചാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത്ര അങ്ങനെ വീണ്ടും ചോദിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ കവിത അല്ലേ ചോദിക്കാം. വിടവാങ്ങൽ എന്ന കവിത അവിടെ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങൽ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. നെക്സ്റ്റ് ചോദ്യം, ആറാട്ടുപുഴ നോക്കാം. ജനനവർഷം അനുസരിച്ച് ക്രമീകരിക്കുന്നുള്ള അല്ലേ. അവിടെ നിന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്? ആറാട്ടുപുഴ വരാതി പണിക്കർ ആദ്യം വരുന്നു. ദെൻ വരുന്നത് ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നവരാണ് പൽപ്പുവാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ആരെങ്ങോട്ട് പോകുന്നത്? വക്കം മൗലവിയിലേക്ക് പോവാം. ഓക്കെ, ആറാട്ടുപുഴ വരാതി പണിക്കർ, ചട്ടമ്പി സ്വാമികൾ, പൽപ്പു, മൗലവി. എൻ്റെ വർഷങ്ങളൊന്നും എടുത്തു വെച്ച് വായിച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ കൃത്യം ഓർക്കുന്നില്ല. വർഷങ്ങൾ എടുത്തു വെച്ചൊന്ന് പഠിക്കുക. അവരുടെ വരാതി പണിക്കർ എന്ന് പറയുമ്പോൾ സ്വാമി പരിഷ്കർത്താക്കളുടെ സംഭവങ്ങൾ വരുന്നുണ്ടല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് കറൻ്റലി ചോദിക്കുമ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ഇയർ ചോദിച്ചില്ലെങ്കിൽ അവരുടെ ലേഖനങ്ങൾ അല്ലേ, അവർ ചെയ്ത പ്രസ്ഥാനങ്ങളെപ്പറ്റി ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? ബന്ധമില്ലാത്ത ആരാധനാലയം അല്ലേ. നമുക്ക് നെഗറ്റീവ് ഇത് വേണ്ടാത്തടുത്ത് കളഞ്ഞു പോകാം. ചുരുമലയുണ്ട് അല്ലേ, കുടൽമാണിക്യമുണ്ട്, അതൊക്കെ നോക്കാം. അപ്പോൾ ഉത്തരം നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഉത്തരം ഏതാണ് അല്ലേ? കുടൽമാണിക്യമാണ് നമ്മുടെ ബന്ധമില്ലാത്ത ആരാധന അല്ലേ. ബുദ്ധമത ബന്ധമില്ലാത്തത് കുടൽമാണിക്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈനൽ ആൻസർ കീ പ്രകാരം വന്നിട്ടുമുള്ളത്. ഓക്കെ, ഫൈനൽ ആൻസർ കീയാണ്, പ്രൊവിഷണൽ ആൻസർ കീയാണ്. നമുക്കിത് നോക്കണം, എങ്ങനെയാണെന്നുള്ളത് നോക്കണം. നെക്സ്റ്റ് വൺ, അപ്പോൾ അടുത്തത് 56-25-ലെയാണ്, 2025-ലെയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ് ഇത് പറയുന്നത് അല്ലേ? കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ ഏത് വരികൾ? 56-25 അല്ലേ. ഓക്കെ, 1 മിനിറ്റ്. കുമാരനാശാൻ്റെ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവാം? ആരുടെയാണെന്ന് മനസ്സിലാവും? ദുരവസ്ഥ. കുമാരനാശാൻ്റെ ദുരവസ്ഥയിലാണ് ഈ സംഭവം പറയുക. ദുരവസ്ഥ, ഉത്തരം ദുരവസ്ഥ. നെക്സ്റ്റ് വൺ, ഏതനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രസിദ്ധമായത്? ഉത്തരം പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം വരുന്നവിടെയാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഇവിടെ നിന്നാണ്? നിർമ്മാല്യം. ഞാനിത് പറഞ്ഞാണെന്ന് തോന്നുന്നു, അതാണ് എനിക്ക് വീണ്ടും പറയാൻ തോന്നാത്തത്. ദേശീയ പുരസ്കാരം നടൻ PG ആൻ്റണിയുടെ നിർമ്മാല്യമാണ്. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സംഭവം ഏതായിരുന്നു? അമ്പ വരുന്നത് ഏതാണ്? എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് സമുദ്രശില അല്ലേ. സമുദ്രശില. നെക്സ്റ്റ്, ചേരമാൻ ജുമാ മസ്ജിദ് എവിടെയാണ് കാണുക? കൊടുങ്ങല്ലൂരാണ്. ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തിലിടുന്ന നാടിനെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? ഓക്കെ, മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. ഓക്കെ അല്ലേ. P രാമകൃഷ്ണ പിള്ളയുടെയൊക്കെ വരുന്ന സ്വദേശാഭിമാനിയാണ് ആ പേര് അല്ലേ, സ്വദേശാഭിമാനി. അത് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? 1907 പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം അല്ലേ. 1907 പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം അല്ലേ. ഇത് പത്രം കണ്ടുകിട്ടിട്ടുണ്ട് അല്ലേ, നിർത്തി വെച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ശരിക്കും കണ്ടുകെട്ടാൻ തീരുമാനിച്ച വ്യക്തി ആരാണ്? C രാജഗോപാലാചാരിയാണ് അത് കണ്ടുകെട്ടാൻ തീരുമാനിച്ച വ്യക്തി. ഈ പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 അല്ലേ. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണിത് ആരംഭിക്കുക എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം എൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദ പിള്ളയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പത്രാധിപർ. ഓക്കെ, അത്രയും മനസ്സിലാക്കുള്ളൂ അതിനകത്തൊന്നും. അടുത്തത്, ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ വോളിബോൾ. ഇല്ലേ, ലിബറോ വോളിബോൾ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്?
കബഡിയാണ് അല്ലേ. കബഡി 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 പറഞ്ഞ ബംഗ്ലാദേശ്. കബഡി കബഡി ബംഗ്ലാദേശ്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതൊക്കെയാണ്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്ത ആരൊക്കെയാണ്? ഒന്നും തന്നെ അല്ല എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. അടുത്തതിലേക്ക് പോവാം. അടുത്തത് 2025 ജൂണിൽ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ അത് കേട്ടോ, 25 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. നെക്സ്റ്റ് ചോദ്യം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് ഏത്? ഉത്തരം മുസിരിസ് ആണ്. പുരാതന തുറമുഖ നഗരം എന്ന് പറയുന്നത് മുസിരിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഏറ്റവും കൂടുതൽ തവണ ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ശില്പി ആരാണ്? ഓപ്ഷൻ സി, കുൻവർ സിംഗ് ഗുപ്ത അല്ലേ. കുൻവർ സിംഗ് ഗുപ്ത. അപ്പോൾ ഈ പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം ബാക്കിയൊക്കെ അറിയാം. ഈ ഒരു പദ്ധതിയുടെ പോയിന്റ് ഇൻഡെപ്തുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇത് കുൻവർ സിംഗ് ഗുപ്തയാണെന്നൊന്ന് നമുക്കറിയാം. മഹാലനോബിസാണ് വ്യവസായം എന്നൊക്കെ അറിയാം. പക്ഷെങ്കിൽ കുൻവർ സിംഗ് ഗുപ്ത എന്താണ്? ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ശില്പി ആരാണ്? കുൻവർ സിംഗ് ഗുപ്ത. ഇറ്റ്സ് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണത്. കുൻവർ അല്ലേ, ഇൻഡെപ്തിൽ വന്നു. കുൻവർ സിംഗ് ഗുപ്ത. ബക്രാനങ്കലിൻ്റെ കാക്കാവശ്യങ്ങളും പഠിച്ചോളൂ. കുൻവർ സിംഗ് ഗുപ്ത. നെക്സ്റ്റ്. ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് എന്താണ്? ഒരു കഴിവാണ്. ടെന്നീസ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ഉത്തരം ലിയാൻഡർ പേസ് ആണ്. ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലിയാൻഡർ പേസ്. ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലിയാൻഡർ പേസ്. മറക്കില്ലല്ലോ. ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലിയാൻഡർ പേസ് അല്ലേ. ടെന്നീസ് കളിക്കാരനാണ് ലിയാൻഡർ പേസ്. ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടുന്ന ടെന്നീസ് ഇന്ത്യൻ ടെന്നീസ് കളിക്കാരനാണ് ലിയാൻഡർ പേസ്. കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്നായിരുന്നു? ഒക്ടോബർ 13 കേട്ടോ. കായിക എപ്പോഴും ഒക്ടോബറിലാണ്. 13 കൂടാണ്. 13 CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ് കേട്ടോ. കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൽ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലാണ് രാമരാജ ബഹദൂർ. എട്ടുവീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ രാജാവിനെതിരെ നടത്തിയ ആന്തരിക ഗൂഢാലോചനയാണ് രാമരാജ ബഹദൂർ എന്ന നോവൽ പ്രധാനമായും ചിത്രീകരിക്കുന്നത്. ധർമ്മരാജയിലും അതിന് തുടർച്ചയായ രാമരാജ ബഹദൂരിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ഈ ചോദ്യം ഇങ്ങനെ CV രാമൻപിള്ളയെ പോലെ ചോദിക്കില്ല. പകരത്തിനകത്തുള്ള കാര്യങ്ങൾ അല്ലേ. ചരിത്ര നോവലുകൾ ഏതൊക്കെ പഠിച്ച് നമ്മളിപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ധർമ്മരാജ ചരിത്ര നോവലാണ്. രാമരാജ ബഹദൂറും ചരിത്ര നോവൽ ആണ് അല്ലേ. അപ്പോൾ കാർത്തിക തിരുനാൾ മഹാരാജാവിനെ പറ്റി എഴുതുന്ന സംഭവങ്ങളാണ്. അതൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്താ പറയുക, രാമരാജ ബഹദൂർ പറയുന്ന കാര്യം എന്താണ്? എട്ടുവീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ രാജാവിനെതിരെ നടത്തിയ ഗൂഢാലോചനയെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വരിക. രാമരാജ ബഹദൂറിൽ പറയുക. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ CV രാമൻപിള്ളയുടെ നോവൽ ഏതൊക്കെയാണ്? ധർമ്മരാജയും രാമരാജ ബഹദൂർ വന്നങ്ങ് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടതല്ലേ. ഉത്തരം മാത്രം പറഞ്ഞു പോയതാണ്. 1ഉം 2ഉം ശരിയാണ് കേട്ടോ. കാക്കനാടൻ അല്ലേ. കാക്കനാടൻ തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസും കാക്കനാടൻ നമുക്കറിയാം. ശരി ഉത്തരമായിരുന്നു. P. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കൊടി അല്ലേ. അപ്പോൾ ചേരുമ്പടി ചെറുക്കൻ ചോദിച്ചിരുന്നു, നമ്മളോട് പ്രസ്താവന പോലെ ചോദിച്ചു അല്ലേ. അപ്പോൾ P. കുഞ്ഞനന്ദൻ നായർ തിക്കൊടിയൻ. കുഞ്ഞനന്ദൻ്റെ തിക്കൊടിയൻ. കുഞ്ഞു തീയെടുത്തു എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാണ് തീയെടുക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾ. സോ കുഞ്ഞനന്ദൻ തിക്കോടിയൻ, തീയെടുത്തോടി എന്നൊക്കെ പറയാം. തിക്കോടിയൻ. കാക്കനാടൻ്റെ ജോർജ് വർഗീസ്.
അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? തിരക്കഥാകൃത്ത് ആരാണ്? എസ് എൽ പുരം സദാനന്ദൻ. എസ് എൽ പുരം സദാനന്ദനാണ്. എസ് എൽ പുരം സദാനന്ദനാണ്. എസ് എൽ പുരം സദാനന്ദനാണ്. എസ് എൽ പുരം സദാനന്ദനാണ്. നെക്സ്റ്റ് ചോദ്യം. അടുത്തത് ഇനി പറഞ്ഞതിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഗുഹാക്ഷേത്രം ഏതാണ്? ഗുഹാക്ഷേത്രം ഉത്തരം കിട്ടുന്നുണ്ടോ? ഗുഹാക്ഷേത്രം ഏതാണ്? കലിൽ ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ദളിത് മലയാളി വനിത. ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി അല്ലേ? ഒരു ദളിത് വ്യക്തി ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, നമുക്കത് അറിയാം അല്ലേ? പല കാര്യത്തും ദളിത് വ്യക്തിയായിട്ട് ഇവിടെ ആ ഒരു പേരേ ഉള്ളൂ. ഏതായിരുന്നു? ദാക്ഷായണി വേലായുധൻ അല്ലേ? നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമയം മുതൽ ആദ്യം മുതലേ പഠിക്കുമ്പോഴേ കിട്ടുന്നൊരു പേരാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. പിന്നെ ബാക്കി വരുന്ന ആഗോളതാപനം, മോൺട്രിയൽ പ്രോട്ടോക്കോൾ കുറഞ്ഞ ആ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയുള്ള സംഭവങ്ങളുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മേഖലയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങൾ സിമ്പിളായി ചോദിച്ചപ്പോൾ ചോദിക്കാം. ഈ കട്ടി ഭാഗത്തുള്ള അല്ലേ, എക്കണോമിക്സ് സിവിക്സ് കട്ടി ഭാഗത്തുള്ളതാണ്. ഒരു പഠിക്കുന്നവർക്ക് അതറിയാൻ പറ്റും. ആ ഭാഗത്ത് ചോദ്യങ്ങൾ നമുക്ക് നെഗറ്റീവ് അടിച്ചാൽ പോലും ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ അത്യാവശ്യം നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, അതിനുശേഷം ഇതും കൂടി ആർട്സും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.